അയോവയിൽ 51% മുകളിൽ വോട്ട് നേടി അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്കുള്ള കുതിപ്പിന് തുടക്കമിട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന് വലിയ വെല്ലുവിളി ഉയർത്തിയേക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന ഡീസാന്റിസും നിക്കി ഹാലിയും ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിയുമെല്ലാം ട്രംപിന് മുമ്പിൽ നിഷ്പ്രഭമാകുകയായിരുന്നു. ഇതോടെ അമേരിക്കൻ സുപ്രീം കോടതി വിധി കൂടി അനുകൂലമായാൽ ട്രംപ് അധികാരത്തിൽ എത്തിയേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ. മെക്സിക്കോയുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെ അമേരിക്കയിലേക്ക് നടക്കുന്ന വ്യാപകമായ നുഴഞ്ഞുകയറ്റങ്ങളും മയക്കുമരുന്ന് കള്ളക്കടത്തും ട്രംപിന്റെ ഭരണകാലത്ത് സമർത്ഥമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നു. അബോർഷനെതിരെ ഏറ്റവും ശക്തമായി നിലകൊണ്ട പ്രസിഡന്റായിരുന്നു ട്രംപ്. ലോകമാസകലമുള്ള പ്രോലൈഫ് പ്രസ്ഥാനങ്ങളുടെയും പ്രോലൈഫിനെ അനുകൂലിക്കുന്ന കോടാനുകോടി മനുഷ്യരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് എന്നും ട്രംപിനൊപ്പം ആയിരുന്നു. ട്രംപിന്റെ ശക്തമായ നിലപാടിന്റെ ചുവടുപിടിച്ചായിരുന്നു അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അബോർഷനെതിരെ നിയമനിർമ്മാണങ്ങൾ നടന്നത്. ട്രംപിന്റെ ഭരണകാലത്ത് റഷ്യയും ചൈനയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റങ്ങൾക്കോ ആക്രമണങ്ങൾക്കോ ധൈര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതും ട്രംപിനെ സംബന്ധിച്ച് അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. അതേസമയം ട്രംപിന്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ബൈഡൻ ക്യാമ്പാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പലവിധ ആരോപണങ്ങളിൽപ്പെട്ട 91ഓളം കേസുകളാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ നിലവിലുള്ളത്. റാക്കറ്റിംഗ്, രഹസ്യരേഖകൾ പൂഴ്ത്തിവെക്കൽ, അമേരിക്കയെ കബളിപ്പിക്കാനുള്ള ഗൂഢാലോചന, ക്യാപിറ്റോൾ കലാപം അടക്കമുള്ള നിരവധി കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹം വിചാരണ നേരിടുകയാണ്. 2 സംസ്ഥാനങ്ങൾ മത്സരിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുകയും ചെയ്തിരുന്നു. ഈ കേസുകളെല്ലാം നിലനിൽക്കെ കോടതികളിൽ തന്നെ ട്രംപിന്റെ യാത്ര ഒടുങ്ങിയേക്കുമെന്ന് തന്നെയാണ് ബൈഡൻ ക്യാമ്പ് കണക്കുകൂട്ടുന്നത്. അങ്ങനെ വന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഇല്ലാതെ തുടർഭരണം നിലനിർത്താം എന്നും അവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളെയെല്ലാം ട്രംപ് മറികടക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ പ്രതീക്ഷ. നിലവിലെ അവസ്ഥയിൽ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ട്രംപും ബൈഡനും നേർക്കുനേർ വന്നാൽ വിജയം ട്രംപിനൊപ്പം ആയിരിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകളും സൂചിപ്പിക്കുന്നത്.